നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സ്വാഭാവികം. ഈ മരണപ്പെട്ട ചാണ്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നുള്ള നിലയിലും അയാൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്ന ആളെന്നുള്ള നിലയിലും നീ അങ്ങനെ സംശയിച്ചില്ലെങ്കിലേ എനിക്ക് അത്ഭുതമുള്ളൂ. അയാളുടെ കയ്യിലിരിപ്പ് വെച്ച് കൊല്ലപ്പെടേണ്ടത് തന്നെയാണ്, മരണപ്പെടേണ്ടതല്ല. അപ്പം മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊന്നതാണെന്ന് നിനക്കറിയാം. എനിക്കറിയേണ്ടത് നിനക്കറിയാമോ എന്നല്ല, നീയാണോ എന്നതാണ്. പ്രിൻസേ, ഉള്ളിലെ ഭയമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ചെയ്തു കൂട്ടിയ പാവങ്ങളെല്ലാം തിരിച്ചടിക്കുമോ എന്നുള്ള പേടി. അതവിടെ നിൽക്കട്ടെ. ജീവിതത്തിൽ ഒന്നിനെയും അങ്ങനെ ഭയപ്പെട്ടിട്ടില്ല ഞാൻ. എന്ന് വെച്ച് കരുതൽ എടുക്കാറുണ്ട് ഞാൻ. അതുകൊണ്ട് നിന്റെ അടുത്ത് വന്നു. നീയാണ് അത് ചെയ്തതെങ്കിൽ അതെനിക്കറിയണം. എന്തിന്? ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട് പ്രിൻസേ. അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നടപ്പാവുന്നു. ഞാനോ നീയോ അല്ല, ഈശ്വരന്. ഈ ഫിലോസഫി ഒന്നും കേൾക്കാൻ വന്നതല്ല ഞാൻ. നീയാണെങ്കിൽ ഇതുകൊണ്ട് നിർത്തിയോന്നറിയാനാ. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഭയമാണ് ജീവൻ നിലനിർത്താനുള്ള ഓട്ടം. ഞാൻ പറഞ്ഞല്ലോ, എന്നും ജീവിതത്തിൽ കരുതലെടുക്കുന്നവനാ ഞാൻ. നീയാണ് ഇതെല്ലാം ചെയ്തെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇഷ്ടമല്ല, വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. ശിവദാസേ, നീ ഉദ്ദേശിക്കുന്ന പോലല്ല ഞാൻ. നന്ദിതയോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല ഞാൻ. ഇത് നീ പലവട്ടം പറഞ്ഞല്ലോ പ്രിൻസേ. പക്ഷേ എനിക്കറിയാം നീ ഒരു കുറുക്കനാണെന്ന്. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ദ്രോഹത്തിന്റെ വിത്തുകളുണ്ട്. അതുകൊണ്ട് വിശ്വാസമൊന്നും തെറ്റിക്കണ്ട. ചാണ്ടയില് ഒരു തുടക്കമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഇനിയും പലരും ബാക്കി കിടപ്പുണ്ട്. എന്ന് വെച്ചേ നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട.